ഡാവിഞ്ചി റിസോൾവ് യൂസ് ചെയ്ത് ലോക്ക്ഡൗൺ സ്റ്റെബിലൈസേഷൻ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന ക്ലിപ്പാണ് നമ്മുടെ ഒറിജിനൽ ക്ലിപ്പ്. ക്ലിപ്പ് സെലക്ട് ചെയ്ത് ഫ്യൂഷൻ ടാബിലേക്ക് സ്വിച്ച് ചെയ്യാം. ദെൻ പ്ലേ ഹെഡ് ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇവിടെ റെഫറൻസ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ മീഡിയ ഇൻ സെലക്ട് ചെയ്ത് കീബോർഡിൽ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ പ്രസ് ചെയ്യാം. ദെൻ പ്ലാനർ ട്രാക്കർ സെർച്ച് ചെയ്യാം. പ്ലാനർ ട്രാക്കർ ആഡ് ചെയ്ത് കൊടുക്കാം. ട്രാക്കറിൽ പോയിന്റ് ചേഞ്ച് ചെയ്ത് ഹൈബ്രിഡ് പോയിന്റ് ആക്കി കൊടുക്കാം. മോഷൻ ടൈപ്പിൽ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്ത് ട്രാൻസ്ലേഷൻ ആക്കി കൊടുക്കാം. ദെൻ നമുക്കിവിടെ ഫേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റഫ് സെലക്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ കാണുന്ന ട്രാക്ക് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ട്രാക്കിംഗ് ആയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ മോഡിൽ ഡീഫോൾട്ട് ട്രാക്കാണ് കിടക്കുന്നത്. ട്രാക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റെബിലൈസ് ആക്കി കൊടുക്കാം. സ്റ്റെബിലൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഏരിയ ജനറേറ്റ് ആയതായിട്ട് കാണാൻ പറ്റും. സോ അത് ഫിക്സ് ചെയ്യുന്നതിനായിട്ട് പ്ലാനർ ട്രാക്കർ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ പ്രസ് ചെയ്ത് ട്രാൻസ്ഫോം എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തന്നെ ട്രാൻസ്പെറൻറ്റ് ഏരിയ കംപ്ലീറ്റ്ലി ഫില്ലാവുന്നവരെ നമുക്കിതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ.